അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എല്ലാ മാന്യപ്രേക്ഷകർക്കും വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജ് എന്ന സൂറയിലെ 33-ാം വചനം മുതലുള്ള ആയത്തുകളുടെ അർത്ഥവും ആശയവുമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലക്കും ഫീഹാ മനാഫിഉ ഇലാ അജലിൻ മുസമ്മാ സുമ്മ മഹില്ലുഹാ ഇലൽ ബൈത്തിൽ അതീഖ്. ലക്കും നിങ്ങൾക്കുണ്ട്, ഫീഹ അതിൽ, അതായത് ആ ബലിമൃഗങ്ങളുടെ കാര്യമാണ് ഇതിൻ്റെ മുമ്പത്തെ ആയത്തിൽ പറഞ്ഞു വന്നത്. ആ ബലിമൃഗങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്കുണ്ട്. ഇലാ അജലിൻ മുസമ്മ, ഒരു നിശ്ചിത അവധി വരെയുള്ള പ്രയോജനങ്ങളുണ്ട്. സുമ്മ മഹില്ലുഹ, പിന്നെ അവയുടെ കർമ്മത്തിന് അനുവദിക്കപ്പെട്ട സ്ഥലം, ഇലൽ ബൈത്തിൽ അതീഖ്, അത് കഅബയുടെ അടുത്തുള്ള സ്ഥലമാണ്. ഇതിന് മുമ്പുള്ള വചനത്തിൽ മൃഗങ്ങളെ ബലിയർപ്പിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അതുകൊണ്ട് തന്നെ ഇതും അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതായത് ഈ ആയത്തിൻ്റെ മുഴുവൻ അർത്ഥം ഇങ്ങനെ വായിക്കാം. ലക്കും ഫീഹാ മനാഫിഉ ഇലാ അജലിൻ മുസമ്മാ സുമ്മ മഹില്ലുഹാ ഇലൽ ബൈത്തിൽ അതീഖ്. നിങ്ങൾക്ക് അവയിൽ ഒരു നിശ്ചിത അവധി വരെ പ്രയോജനങ്ങളുണ്ട്. പിന്നീട് അവയുടെ ബലികർമ്മത്തിന് അനുവദിക്കപ്പെട്ട സ്ഥലം കഅബയുടെ അടുത്താണ്. വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ലിയദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖഹും ലിയദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം ഫഇലാഹുക്കും ഇലാഹും വാഹിദ് ഫലഹു അസ്ലിമു വബശിരിൽ മുഖ്ബിതീൻ. വലികുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായങ്ങൾക്കും, ജഅൽന മൻസക്കൻ, നാം ബലികർമ്മം നിശ്ചയിച്ചിട്ടുണ്ട്. ഈ മൻസക്ക് എന്ന് പറഞ്ഞാൽ ആരാധന എന്നാണ്, പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ബലികർമ്മം എന്നാണ്. ലിയദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖഹും, അള്ളാഹുവിൻ്റെ പേര് അവർ ഓർമ്മിക്കാൻ വേണ്ടി. എന്തിന്? അലാ മാ റസഖഹും, അവർക്ക് നൽകിയ ഒരു കാര്യത്തിൽ. മിൻ ബഹീമത്തിൽ അൻആം, ആട്, മാട്, ഒട്ടകങ്ങളാകുന്ന നാൽക്കാലി മൃഗങ്ങളെ നൽകിയതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ നാമം പ്രകീർത്തിക്കാൻ. ഫഇലാഹുക്കും ഇലാഹും വാഹിദ്, അപ്പോൾ നിങ്ങളുടെ ഇലാഹായ ദൈവം, ഇലാഹും വാഹിദ്, ഒരൊറ്റ ഇലാഹാണ്, ഒരു ദൈവമാണ്. ഫലഹു അസ്ലിമു, അതുകൊണ്ട് നിങ്ങൾ അവനെ അനുസരിക്കണം. വബശിരിൽ മുഖ്ബിതീൻ, നബിയെ, വിനയമുള്ളവരെ താങ്കൾ സന്തോഷവാർത്ത അറിയിക്കുക. ഇനി ഇതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം നോക്കുമ്പോൾ, വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ലിയദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം ഫഇലാഹുക്കും ഇലാഹും വാഹിദ് ഫലഹു അസ്ലിമു വബശിരിൽ മുഖ്ബിതീൻ. എല്ലാ സമുദായങ്ങൾക്കും നാം ബലികർമ്മം നിശ്ചയിച്ചിട്ടുണ്ട്. ആട്, മാട്, ഒട്ടകങ്ങളാകുന്ന
നാൽക്കാലി മൃഗങ്ങളെ നൽകിയതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ നാമം പ്രകീർത്തിക്കാനാണിത്. എന്നാൽ നിങ്ങളുടെ ഇലാഹ് ഏകനായ ഇലാഹാണ്, അതുകൊണ്ട് അവനെ നിങ്ങൾ അനുസരിക്കണം. നബിയെ, വിനയമുള്ളവരെ താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക. അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വസ്വാബിരീന അലാ മാ അസ്വാബഹും വൽമുഖീമി സ്വലാത്തി വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അല്ലദീന, ഈ വിനയാനിതര് എന്ന് പറഞ്ഞാൽ അവർ കൂട്ടരാണ്. ഇദാ ദുക്കിറല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് അവരോട് പറയപ്പെട്ടാൽ, വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ ഭയപ്പെടാൻ തുടങ്ങും. വസ്വാബിരീന അലാ മാ അസ്വാബഹും, അവരുടെ മേൽ ബാധിക്കുന്ന ആപത്തുകൾ ബാധിക്കുമ്പോൾ അവർ ക്ഷമിക്കും. വൽമുഖീമി സ്വലാത്തി, നിസ്കാരം നിലനിർത്തും. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരുമാണ് ഈ വിനയാനിതർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വസ്വാബിരീന അലാ മാ അസ്വാബഹും വൽമുഖീമി സ്വലാത്തി വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അതായത്, അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ ഹൃദയങ്ങൾ ഭയപ്പെടുന്നവരും തങ്ങളെ ബാധിക്കുന്ന ആപത്തുകളുടെ മേൽ ക്ഷമ കൈക്കൊള്ളുന്നവരും നിസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്നവരും നാം അവർക്ക് നൽകിയതിൽ നിന്ന് നല്ല മാർഗത്തിൽ ചെലവഴിക്കുന്നവരുമായവരെയാണ് താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുന്നത്. ഈ ആയത്തോടുകൂടി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം മറ്റൊരു വീഡിയോയിൽ പ്രതീക്ഷിക്കാം. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഉസ്താദുമാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന, അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത്. 1000 രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം. അതിന് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ്. മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. എല്ലാവർക്കും സഹകരിക്കാം. തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ്. ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും. കാരണം നമുക്കറിയാം, ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടി എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ്. സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്.